കഷ്ടപ്പെട്ട് ഒരാളെ കണ്ടുപിടിച്ച് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന സമയത്ത് മോളെ ഭർത്താവിന്റെ ഹൃദയത്തിലോട്ടുള്ള വഴി വയറ്റിലൂടെയാണെന്ന് പറഞ്ഞ് അവരെ ടെൻഷൻ അടുപ്പിക്കരുത്. എനിക്ക് കുക്കിങ്ങിനെ പറ്റി വലിയ ധാരണയില്ലാത്തത് ഞങ്ങളുടെ കുടുംബജീവിതത്തെ ബാധിച്ചില്ല എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ മുന്നത്തെ വീഡിയോ ഞാൻ ചോദിച്ചിരുന്നു. അതിന്റെ ഉത്തരം ഒറ്റയടിക്ക് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാൻ ബുദ്ധിമുട്ടാട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ക്വസ്റ്റിനിൽ തന്നെ എനിക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ഉണ്ട്. അതായത് കുക്കിംഗ് അറിയത്തില്ല എന്നായിരുന്നു ഞാൻ പറഞ്ഞത്, അല്ലാതെ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഒരു ഡിഷ് മുഴുവനായിട്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കാനുള്ള ധൈര്യക്കുറവ് എനിക്കുണ്ട് എന്നുള്ളത് സത്യമായിരുന്നു. പക്ഷേ എന്നാലും ഒരു അടുക്കളയിൽ അടിസ്ഥാനപരമായിട്ട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. ഇനി ആഫ്റ്റർ മാരേജ് ഞാൻ കുക്കിംഗ് പഠിച്ചത് എൻ്റെ ആവശ്യമായിരുന്നു, അല്ലാതെ എൻ്റെ ഹസ്ബൻഡോ വീട്ടുകാരോ എന്നെ നിർബന്ധിച്ചോ അയ്യോ ഇനി അവരെന്നെ വിചാരിക്കും എന്ന് ഓർത്തോ ഒന്നുമല്ല. ഞാൻ നമ്മുടെ നാട് വിട്ട് ഖത്തർ പോയൊരു സ്ഥലത്തോട്ട് വന്നപ്പോൾ എൻ്റെ മമ്മി എനിക്ക് പണ്ട് ഉണ്ടാക്കി തരുന്ന പലഹാരങ്ങളും കറികളും ഒക്കെ എനിക്ക് മിസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ മമ്മിയോട് ചോദിച്ചും യൂട്യൂബ് നോക്കിയൊക്കെ കുക്കിംഗ് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. പോയിന്റ് നമ്പർ 1, കുക്കിംഗ് ഒരിക്കലും കല്യാണവുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണായാലും പെണ്ണായാലും അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കഴിവുകളിലൊന്നാണ് കുക്കിംഗ്. പോയിന്റ് നമ്പർ 2, സാഹചര്യം കിട്ടുമ്പോൾ ഏത് കാര്യത്തിൻ്റെയും ബേസിക്സ് പഠിച്ചു വെച്ചാൽ മുന്നോട്ട് ആ കഴിവ് ഡെവലപ്പ് ചെയ്യാൻ ഈസി ആയിരിക്കും. പോയിന്റ് നമ്പർ 3, ആരെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുക്കിംഗ് തന്നെ ആയിക്കോട്ടെ, അവരത് ചെയ്ത് നിങ്ങളുടെ മുൻപിലോട്ട് കൊണ്ടുവരുമ്പോൾ പ്രശംസിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലത്, ഇനി അത് ചെയ്തില്ലേ തന്നെ കുറ്റപ്പെടുത്തി അവരെ ബുദ്ധിമുട്ടിക്കരുത്. പോയിന്റ് നമ്പർ 4, ടു ഓൾ ആൻറ്റീസ് ആൻഡ് അമ്മാവൻസ്, ഏതെങ്കിലും ഒരു പെങ്കുച്ച് കഷ്ടപ്പെട്ട് ഒരാളെ കണ്ടുപിടിച്ച് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന സമയത്ത് മോളെ ഭർത്താവിന്റെ ഹൃദയത്തിലോട്ടുള്ള വഴി വയറ്റിലൂടെയാണെന്ന് പറഞ്ഞ് അവരെ ടെൻഷൻ അടുപ്പിക്കരുത്. അവർ സമാധാനമായിട്ട് കല്യാണം കഴിച്ച് ജീവിച്ചോട്ടെ. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.